നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ഒന്നും പഠിക്കാത്തവർ, മോഡൽ എക്സാമിന് പോലും ഒന്നും പഠിക്കാത്തവർ, ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ലാത്തവർ, പക്ഷെ ഇനി നോക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം പബ്ലിക് എക്സാം എത്തുന്നു. മാത്രമല്ല ടൈറ്റ് ഷെഡ്യൂൾ, കാരണം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഗ്യാപ്പുകൾ ഇല്ലാത്തുള്ള പരീക്ഷകൾ. ഇതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്റ്റഡി ചലഞ്ച് നമുക്ക് വേണം. നല്ല അടിപൊളി സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ആരും പഠിച്ചു. അന്നേരം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ പരീക്ഷ എടുക്കുമ്പോൾ നമുക്കൊരു 10 മണിക്കൂർ, അത് നിങ്ങൾക്ക് 12 മണിക്കൂർ ആക്കാമെങ്കിൽ പകുതി സമയം, 12 മണിക്കൂർ ആക്കാമെങ്കിൽ അടിപൊളി, 10 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ അടിപൊളിയാണ്. 24 മണിക്കൂറിൽ 10 മണിക്കൂർ 14 മണിക്കൂർ മാറ്റിക്കും. നമ്മൾ 8 മണിക്കൂർ ഉറങ്ങുന്നു, ബാക്കി അതെല്ലാം മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ 10 എന്നുള്ളത് 12 ആക്കിയാൽ. ഇപ്പൊ ഞാൻ 10 മണിക്കൂർ വെച്ച് ഞാൻ ടൈം ടേബിൾ ചെയ്തിട്ടാണ്. ഫിസിക്സിന്റെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുന്നതിനോടൊപ്പം കെമിസ്ട്രിയും ബയോളജിയും എങ്ങനെ പഠിക്കണമെന്ന് വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് മാത്രം ഇട്ടാണ് പോയത്. പിന്നാണ് ഈ കൺജഷൻ ടൈം ടേബിളിൽ ഭയങ്കരമായിട്ടുണ്ട്. കാരണം ബയോളജി പഠിക്കാൻ ഒറ്റ ദിവസമേ ഉള്ളൂ, ബോട്ടണി സുവോളജി നോക്കാൻ, കെമിസ്ട്രി പഠിക്കാൻ 2 ദിവസമേ ഉള്ളൂ. അന്നേരം അതുകൂടെ വെച്ചിട്ടാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഈ രീതി കറക്റ്റായിട്ട് പോയാൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഏകദേശം ഒരു ധാരണ മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 23 സൺഡേ, നമുക്കിനി ദിവസങ്ങളില്ല. ഓരോ ദിവസം നല്ല ദിവസം നോക്കി തുടങ്ങാൻ, ബുധനാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ നോക്കി തുടങ്ങാൻ നമുക്ക് ദിവസങ്ങളില്ല. 23-ാം തീയതി, ഇന്നിപ്പം 22-ാം തീയതി വീഡിയോ ചെയ്യുന്നെങ്കിൽ 23-ാം തീയതി ഞായറാഴ്ചയാണ്. നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റർ, ഫിസിക്സിന്റെ ആദ്യത്തെ 4 ചാപ്റ്റർ നല്ല വെയിറ്റേജ് ആണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് 3 മണിക്കൂർ, മാക്സിമം 3 മണിക്കൂർ കൊണ്ട് പഠിച്ചാൽ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കും. ആ ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പോലും 3 മണിക്കൂർ കൊണ്ട് പഠിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് വേറെ പേരോട് പറഞ്ഞുതരാം. ഞാൻ 55 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നല്ല ശതമാനം ക്വസ്റ്റ്യൻസ്, 90% ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മോഡൽ വന്നു. അതിന്റെ ആൻസേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ കിടക്കും. അന്നേരം അത് നന്നായിട്ട് കാണുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. ഒരുപാട് ഉപകാരപ്പെടും. 2 മണിക്കൂർ, ഒരു ദിവസം ഒരു അരമണിക്കൂർ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് 10 വട്ടം റിവൈസ് ചെയ്യാം. പിന്നെ അതിനകത്തില്ലാതെ എന്തെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്തു തരാം. ഒരു ടെൻഷൻ വേണ്ട. അന്നേരം ഇത് 3 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാം. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുന്നത് ഈ ചാപ്റ്റർ. ബയോട്ട് സാമർട്ട്സും ആംബിയന്റ് സർക്യൂട്ട് തിയറി ഒക്കെ ഉള്ള ചാപ്റ്റർ 3 മണിക്കൂർ. അന്നേരം 3 6 ആയി. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് 2 മണിക്കൂർ. അന്നേരം ആദ്യത്തെ 3 ചാപ്റ്റർ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് താരതമ്യേന ചെറിയ ചാപ്റ്റർ. പൊട്ടൻഷ്യൽ അധികം ഇല്ല, കപ്പാസിറ്റൻസേ ഉള്ളൂ. സീരീസും പാരലും, പാരപ്ലേറ്റ് കപ്പാസിറ്റർ, എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ, എനർജി സ്റ്റോറിന്റെ ഡെറിവേഷൻ വേണ്ട, അതിന്റെ ഇക്വേഷൻ മതി, U = ½ CV². പിന്നെ അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരുന്നത് ഒന്ന് മാറ്റി ബയോളജി 1 മണിക്കൂർ പഠിക്കുക. അത് ബോട്ടണിയോ സുവോളജിയോ 1 മണിക്കൂർ പഠിക്കുക. കെമിസ്ട്രി ആ ദിവസം 1 മണിക്കൂർ പഠിക്കുക. നിങ്ങൾ ഇനിയും ഇത് 12 മണിക്കൂർ ആക്കുന്നെങ്കിൽ നിങ്ങൾ ബയോളജി 2 മണിക്കൂറും കെമിസ്ട്രി 2 മണിക്കൂറും ആക്കിയാലും നല്ലതാണ്. അതിനകത്ത് കുഴപ്പമില്ല. ഞാനിവിടെ ടോട്ടൽ അവേഴ്സ് 10 അവേഴ്സ് എടുത്തേക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാം. എന്തായാലും നന്നായിട്ട് തീർക്കാവുന്ന രീതിയിൽ തന്നെയാണ്. അടുത്ത തിങ്കളാഴ്ച കറണ്ട് ഇലക്ട്രിസിറ്റി 3 മണിക്കൂർ കൊണ്ട് നല്ല ഗംഭീരമായിട്ട്, ഒന്നും ഇതുവരെ നോക്കാത്തവർ പോലും ഗംഭീരമായിട്ട് തീരും. നന്നായിട്ട് പഠിച്ചവർക്കാണെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ മതി തീർക്കാൻ. ഡ്യുവൽ നേച്ചർ 1 മണിക്കൂർ മതി. എന്നാലും ഒന്നും പഠിക്കാത്തവർക്ക് 2 മണിക്കൂർ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് 1 മണിക്കൂർ മതി. കാരണം അതിന്റെ യൂസസും പ്രൊഡക്ഷനും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും അങ്ങനെയുള്ള ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ബയോളജി 1 മണിക്കൂർ, കെമിസ്ട്രി 1 മണിക്കൂർ. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് റിവിഷൻ ഓഫ് ഓൾ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെയും പഠിച്ച ഫിസിക്സിന്റെ 3ഉം ഇപ്പുറത്ത് 3ഉം 6 ചാപ്റ്റർ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് വെച്ചേക്കാം. മനസ്സിലായോ? വേണമെങ്കിൽ 2 മണിക്കൂർ എടുത്തിട്ട് വേണമെങ്കിൽ ഈ കെമിസ്ട്രി ബയോളജിന്റെ 2 മണിക്കൂർ ആക്കിയാലും കുഴപ്പമില്ല. അന്നേരം കുറച്ചുകൂടെ ഓർഗാനിക് കെമിസ്ട്രി കൂടുതൽ പഠിക്കുക. ഇമ്പോർട്ടൻസ് കൂടുതലും അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് കൂടുതലും ഓർഗാനിക് കെമിസ്ട്രിയാണ്, വെയിറ്റേജ് കൂടുതലുമാണ്. അത് പഠിച്ച് നല്ല ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കുക. ബോട്ടണി സുവോളജിയും വെയിറ്റേജ് അനുസരിച്ച് പഠിച്ച് തീർക്കുക. ഓക്കെ, അതിനനുസരിച്ച് CS കാര്യം കേട്ടോ, കമ്പ്യൂട്ടർ സയൻസ് കാര്യം. അടുത്ത ഫെബ്രുവരി 25 ട്യൂസ്ഡേ ഓൾട്ടർനേറ്റീവ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് AC. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC അത് 3 മണിക്കൂർ. കാരണം എല്ലാം ഡെറിവേഷൻ ആണ്. എൽസിആർ സർക്യൂട്ട് ഉണ്ട്, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഉള്ളി, ഇംപെഡൻസ്, പവർ ഫാക്ടർ, പിന്നെ നമ്മുടെ AC ജനറേറ്റർ എല്ലാം ഉണ്ട്. മാഗ്നറ്റിസം 2 മണിക്കൂർ, 1 മണിക്കൂർ മതിയായിരിക്കും മാക്സിമം. ഇലക്ട്രോമാഗ്നറ്റേഷൻ അത് പറഞ്ഞാൽ 1 മണിക്കൂർ മതി, മാക്സിമം 2 മണിക്കൂർ ഇട്ടേക്കുന്നത്. അവിടെ ബയോളജി 1.5 മണിക്കൂറും കെമിസ്ട്രി 1.5 മണിക്കൂറും ഉണ്ട്. അത് നിങ്ങൾ 2 അവേഴ്സ് കൂടെ കൂട്ടിയാൽ 10 മണിക്കൂർ 2 അവേഴ്സ് കൂട്ടിയാൽ ഇത് 2.5 ആക്കാം.
എന്നിട്ട് നിങ്ങൾക്ക് ഏകദേശം ഓർഗാനിക് കെമിസ്ട്രിയും ബയോളജിയുടെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളൊക്കെ പഠിച്ച് തീർത്ത് വെക്കാം. ഇനി 26 വെനസ്ഡേ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഫിസിക്സിന്റെ ഏറ്റവും വലിയ ചാപ്റ്റർ, ലെങ്തി ചാപ്റ്റർ ആണ്, വെയിറ്റേജും കൂടുതലാണ്. 4 മണിക്കൂർ എടുത്ത് നല്ല വൃത്തിയായിട്ട് തീർക്കാം. വേ ഒപ്റ്റിക്സ് 2 മണിക്കൂർ. അന്നേരം നിങ്ങൾ ആ ദിവസം നിങ്ങൾ 26 ആലോചിക്കണം, ഫെബ്രുവരി 28 ഉള്ളൂ. ഇംഗ്ലീഷ് 1 മണിക്കൂർ പഠിക്കുക. കാരണം നമ്മുടെ ആദ്യത്തെ പരീക്ഷ ഇംഗ്ലീഷാണ്, നമുക്ക് മനസ്സിൽ വേണം. കെമിസ്ട്രി അന്ന് 2 മണിക്കൂർ പഠിക്കാം, ബയോളജി 1 മണിക്കൂർ പഠിക്കാം. ഇത് 10 hours 12 hours ആക്കിയാൽ കെമിസ്ട്രി 3 മണിക്കൂറും കെമിസ്ട്രി 3 മണിക്കൂറും ബയോളജി 2 മണിക്കൂറും ആക്കാം. അന്നേരം അത് നിങ്ങൾ നോക്കുക. എന്തായാലും ഇംഗ്ലീഷ് അന്ന് പഠിച്ചിരിക്കണം. ഇംഗ്ലീഷ് എല്ലാ ദിവസവും 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇന്ന് ആ 26 മുതൽ ഇംഗ്ലീഷ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഫെബ്രുവരി 27 ട്യൂസ്ഡേ വേ ഒപ്റ്റിക്സ്. ചെറിയ ചാപ്റ്ററാണ്, ഏകദേശം ഫിസിക്സ് 20 ആണ്. 2 hours. സെമി കണ്ടക്ടേഴ്സ് കുറച്ച് ടോപ്പിക്സ് ഉള്ള റെക്ടിഫയറും ഒക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ്. ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ്, പിന്നെ ഫോർവേഡ് എനർജി ഗ്യാപ്പ്, അതൊക്കെയാണ്. 2 hours. സെമി കണ്ടക്ടേഴ്സ് 2 hours. പിന്നെ ഇംഗ്ലീഷ് അന്ന് 1 hour വേണമെങ്കിൽ നിങ്ങൾ 2 hour ആയിരിക്കും. ഇംഗ്ലീഷ് 2 മണിക്കൂർ പഠിച്ചു. 27 ആണ്. കെമിസ്ട്രി 2 മണിക്കൂർ ആക്കുക, ബയോളജി 3 മണിക്കൂർ. വേണമെങ്കിൽ കെമിസ്ട്രി നിങ്ങൾ 3 മണിക്കൂർ ആക്കുക. ടോട്ടൽ അവേഴ്സ് എന്നുള്ളത് 10 എന്നുള്ളത് വേണമെങ്കിൽ 12 hours ആയിരിക്കും. പരീക്ഷ എടുക്കാറില്ല. എന്നാലും നിങ്ങൾ കെമിസ്ട്രി 3 മണിക്കൂറും ബയോളജി 3 മണിക്കൂറും ആകുമ്പോൾ ഈ 27 കൊണ്ട് നിങ്ങൾ കെമിസ്ട്രി ബയോളജിയും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളൊക്കെ തീർത്ത് വെക്കണം. കാരണം ഈ 1 ദിവസം 2 ദിവസം ഗ്യാപ്പിനിടയിൽ നമുക്ക് വായിച്ച് നോക്കാനുള്ള സമയമേ ഉള്ളൂ. ഒന്നും പുത്തനായിട്ട് പഠിക്കാൻ പറ്റില്ല കേട്ടോ. അടുത്തത് ഫെബ്രുവരി 28 ഫ്രൈഡേ ഫിസിക്സ് റിവിഷൻ. അത് നിങ്ങളുടെ 4 മണിക്കൂർ മതി, 4 hours. ഇംഗ്ലീഷ് നിങ്ങൾ അന്നൊരു 3 മണിക്കൂർ എടുക്കുക. ബയോളജി 3 മണിക്കൂർ പഠിക്കും. കെമിസ്ട്രി 2 മണിക്കൂർ. അതായത് 3 × 2 5 8 12 ടോട്ടൽ അവേഴ്സ് 12 ആക്കുക. അതായത് ഫിസിക്സ് റിവിഷന് ഒന്ന് റിവൈസ് ചെയ്തെല്ലാം 4 മണിക്കൂർ വെക്കുക. ഇംഗ്ലീഷ് 3 മണിക്കൂർ വെക്കുക. 28-ാം തീയതിയാണ്, പിന്നെ 2 ദിവസം ഉള്ളതുകൊണ്ടാണ്. ബയോളജി 3 മണിക്കൂർ വെച്ച് പഠിക്കുക. കെമിസ്ട്രി 2 മണിക്കൂർ പഠിക്കുക. പ്രധാനപ്പെട്ട കെമിസ്ട്രിയുടെ ആപ്പിളും ബയോയുടെ ആപ്പിളും ബോട്ടണി സോളജിയും തീരും, ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ഇംഗ്ലീഷ് കഴിഞ്ഞ് ഒറ്റ ദിവസം ഗ്യാപ്പേ ഉള്ളൂ ഫിസിക്സ്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. ഒരുമാതിരിപ്പെട്ട കെമിസ്ട്രിയും ബയോളജിയും കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമാണ്. പിന്നെ മാർച്ച് 1, 2 നിങ്ങൾ പൂർണ്ണമായും മെയിൻ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ശ്രദ്ധിച്ചേക്കുക. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എല്ലാ വർഷവും A+ പ്രതീക്ഷിച്ച് വളരെ ഈസി ആയിട്ട് കിട്ടും. ഞങ്ങൾ ഇംഗ്ലീഷ് ഭയങ്കര സ്പീഡിൽ അല്ലെങ്കിൽ ഞങ്ങൾ നല്ല എക്സലന്റ് ആയിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് A+ നഷ്ടപ്പെട്ട വിഷയം എല്ലാ കൊല്ലവും ഇംഗ്ലീഷാണ്. ട്വിസ്റ്റ് ആണ് ഇംഗ്ലീഷ്. അന്നേരം അവിടെ ഇംഗ്ലീഷ് നിങ്ങൾ 10 മണിക്കൂർ 10-12 മണിക്കൂർ ഇംഗ്ലീഷ് മാർച്ച് 1-ാം തീയതി മാർച്ച് 2-ാം തീയതി പഠിക്കുക. കാരണം മാർച്ച് 3-ാം തീയതി നിങ്ങളുടെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷാണ്. അതിൻ്റെ ഒരു ഗുണം പറഞ്ഞുതരാം. നിങ്ങൾ ഇംഗ്ലീഷ് മാർച്ച് 3-ാം തീയതി നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ 1-2 മണിക്കൂറൊക്കെ കുറേ മണിക്കൂർ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. നന്നായിട്ട് ഇതുപോലെ ഫോളോ അപ്പ് ചെയ്താൽ. ഇനി നമ്മൾ ഫിസിക്സ് എല്ലാം അത്യാവശ്യം പഠിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് 5-ാം തീയതി പരീക്ഷയിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഒറ്റ ദിവസമേ ഉള്ളൂ. ബയോളജി നമ്മൾ ഒരുമാതിരി ടോപ്പിക്കുകളൊക്കെ പഠിച്ചേക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇക്വേഷൻസോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ബയോളജി പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ അത് നമ്മുടെ മൈൻഡിലേക്ക് നന്നായിട്ട് എഴുതിയൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ ഓക്കെ ആയിരിക്കും. അന്നേരം അത് ശ്രദ്ധിക്കുക. കെമിസ്ട്രി നിങ്ങൾ ഓർഗാനിക് പോലുള്ള മെയിൻ ചാപ്റ്ററുകളെല്ലാം പഠിച്ചു തീർന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തുള്ളിൽ ഇതെല്ലാം പഠിച്ചു തീർത്ത് വെക്കാം. അന്നേരം ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഇപ്പം കിട്ടിക്കാണും. നമുക്ക് നല്ല മാർക്ക് അടിക്കും. ഇവിടെ കഷ്ടപ്പെട്ടാൽ ഇഷ്ടമുള്ള നമുക്ക് നേടിയെടുക്കും. കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും നേടാൻ പറ്റില്ല ജീവിതത്തിൽ. കാരണം എല്ലാം മുറിയെ പണിയെടുക്കുക, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാം. കഷ്ടപ്പെടുന്നവനെ വിജയമുള്ളൂ, ഒന്നും എളുപ്പത്തിൽ കിട്ടത്തില്ല. അന്നേരം നിങ്ങൾ നല്ലപോലെ കഷ്ടപ്പെടുക, നല്ല മാർക്ക് കിട്ടട്ടെ. അന്നേരം 2 മണിക്കൂർ കൊണ്ട് ഫിസിക്സ് ഫുൾ പഠിക്കാനുള്ള വീഡിയോ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അന്നേരം മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടിപൊളി വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ വരും. അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് എല്ലാ വീഡിയോസും എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല മാർക്ക് കിട്ടട്ടെ എല്ലാവർക്കും. നെവർ എവർ ഗിവ് അപ്പ്.